ഹലോ മക്കൾസ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ അത്ര ശ്രദ്ധിക്കാത്തതുമായിട്ടുള്ള ഒരു വലിയൊരു ന്യൂസുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. മക്കളെ, നമ്മളിപ്പോൾ ഈ കടന്നു പോകുന്ന ഈ ഒക്ടോബർ മാസം, ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കൂളുകളിലെ കലോത്സവങ്ങൾ, ആർട്സ്, സ്പോർട്സ്, അങ്ങനെ ഒട്ടനവധി ഒഴിവുകളാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പൂജാ ഹോളിഡേ വരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെ മനസ്സിനകത്ത് പഠിക്കുക എന്നുള്ള ഒരു ചിന്ത പോലും നിങ്ങളെ മനസ്സിനകത്ത് ഉണ്ടായിരിക്കില്ല. നിങ്ങളിപ്പോൾ ഒരു 10ാം ക്ലാസ്സുകാരാണോ എന്ന് പോലും ചിലപ്പോൾ നിങ്ങളൊരു പക്ഷേ ചിന്തിക്കുന്നുണ്ടായിരിക്കുന്നില്ല. മക്കളെ, അടുത്ത ഒരു 5 മാസം കൊണ്ട് നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാം എന്ന് പറഞ്ഞാൽ 60ലേറെ എക്സാമുകളാണ്. ഇത് കേൾക്കുമ്പോൾ പല കുട്ടികളും ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഏതാണ് ഇപ്പോൾ ആ ഒരു 5 മാസം, എത്ര എക്സാമുകൾ, അല്ലെങ്കിൽ 60 എക്സാം എന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെ ആയിരിക്കും? ഇങ്ങനെ പല കുട്ടികളും ചിന്തിക്കുന്നുണ്ടായിരിക്കും. മക്കളെ, ഈ ഒരു ഒക്ടോബർ മാസം തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുന്നിലേക്ക് വരുന്നത് നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഈ 5 മാസത്തിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന വലിയ എക്സാമുകൾ എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നമ്മളെ എക്സ്മസ്, അതായത് ക്രിസ്മസ് എക്സാമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമാണ്. അത് കഴിയുന്നതോടുകൂടി പല സ്കൂളുകളിൽ എക്സാം സീരീസ്, അതായത് യൂണിറ്റ് ടെസ്റ്റുകൾ നടക്കും. അത് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, നിങ്ങളെ മോഡൽ എക്സാം വരുന്നു. ആ മോഡൽ എക്സാം കഴിയുമ്പോഴേക്കും നിങ്ങളെ IT മോഡൽ എക്സാം, അതിനുശേഷം IT പബ്ലിക് എക്സാം, പിന്നെ മാർച്ച് മാസത്തിൽ നിങ്ങൾ ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ വലിയ എക്സാം, അതായത് നമ്മളെ പബ്ലിക് എക്സാം. ഇത്രയും എക്സാമിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ 6 എക്സാമിലൂടെ നിങ്ങൾ ടോട്ടൽ എഴുതാൻ പോകുന്നത് 60ലേറെ എക്സാമാണ്. അപ്പോൾ നിലവിൽ നമ്മൾ ഓണപ്പരീക്ഷ കഴിഞ്ഞ സമയത്ത് തന്നെ ഒരുപാട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പരീക്ഷ എഴുതുമ്പോൾ പഠിച്ച കാര്യങ്ങളൊന്നും മനസ്സിൽ വരുന്നില്ല. അങ്ങനെ ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ മനസ്സിനകത്തുണ്ടായിരുന്നു. പക്ഷേ ഈ എക്സാമുകളൊക്കെ നിങ്ങൾ വളരെ എൻജോയ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഹാപ്പി മൂഡിൽ എഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? എന്നാൽ അങ്ങനെ ഹാപ്പി മൂഡിൽ എഴുതാൻ പറ്റുന്ന ഒരു പറ്റം കുട്ടികൾ ഞങ്ങളൊപ്പമുണ്ട്. അതാണ് നമ്മളെ സൈലത്തിന്റെ അസ്ത്ര ബാച്ച്. അസ്ത്ര 1.0, 2.0, 3.0, ഇത്രയും ബാച്ചിൽ നമുക്ക് ഒരുപാട് കുട്ടികളുണ്ട്. ഈ കുട്ടികളൊക്കെ ഓരോ എക്സാമും വളരെ എൻജോയ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അതേപോലെ തന്നെ വരാനിരിക്കുന്ന എക്സാമുകളിലൊക്കെ നിങ്ങൾക്കും ഇതുപോലെ എൻജോയ് ചെയ്താൻ നിങ്ങൾ ഇനി സമയം കളയരുത്. വളരെ പെട്ടെന്ന് നമ്മളെ സൈലത്തിന്റെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക. വരാനിരിക്കുന്ന എക്സാം നിങ്ങൾ അടിപൊളിയായി ഒരു വളരെ കൃത്യതയോടു കൂടി നിങ്ങൾക്ക് എഴുതാൻ സൈലം നിങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി മടിച്ചു നിൽക്കാതെ വളരെ പെട്ടെന്ന് എല്ലാവരും എന്ത് ചെയ്യുക, സൈലത്തിൽ ജോയിൻ ചെയ്യുക. നമ്മളെന്താ, വരാനിരിക്കുന്ന എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്.